സ്പിരിച്വൽ ടോക്സിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. 2024 പുതുവർഷ ഫലത്തില് പൂരുട്ടാതി നക്ഷത്രക്കാർ അറിയുന്നതിന് വേണ്ടിയിട്ട് ചില സുപ്രധാന കാര്യങ്ങളാണ് ഇന്നത്തെ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ 2024 ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള വിശദമായിട്ടുള്ള ഫലങ്ങൾ നമുക്ക് ഇന്നത്തെ അധ്യായത്തിൽ നമുക്ക് നോക്കാം. പൂരുട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു വശത്തെ കട്ടിൽക്കാല് പോലെ അകന്നു കിടക്കുന്ന രണ്ട് നക്ഷത്രങ്ങളാണ് പൂരുട്ടാതി. നക്ഷത്ര ദേവത അജയ്കാപാത്താണ്. രണ്ട് തലകളുള്ള പുരുഷൻ ഇതിന്റെ ചിഹ്നം. മാനുഷിക മൂല്യങ്ങളെ വിലമതിച്ചുകൊണ്ട് ശുഭപ്രതീക്ഷയും അത്യാത്മിക ചിന്തയും വെച്ചു പുലർത്തുന്ന ഇവർ സത്യത്തിനും ആത്മാർത്ഥതയ്ക്കും പരിഗണന നൽകും. സംഭാഷണപ്രിയരും ചഞ്ചല മനസ്കരുമെങ്കിലും വിദ്യ കൊണ്ട് പണം നേടാനുള്ള മിടുക്ക് ഇവരിൽ കാണപ്പെടും. സ്ത്രീകൾക്ക് ഉയർന്ന നിലയിലുള്ള ഭർത്താക്കന്മാരെ കിട്ടും. അവർക്ക് കുലീനതയും സമ്പന്നതയൊക്കെ ഉണ്ടാവും. 2024 പുതുവർഷ ഫലത്തില് ഈ നക്ഷത്രത്തിന് കുംഭക്കൂറിന് ഗുണം കുറയുകയും മീനക്കൂറിന് ഗുണം കൂടി വരുന്നതുമാണ്. കർമാഭിവൃദ്ധി, കുടുംബസൗഖ്യം, സ്ത്രീകൾക്ക് തൊഴില് തടസ്സങ്ങളൊക്കെ നീങ്ങി അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ്. വിഷ്ണു സഹസ്രനാമം ജപിക്കുക, വ്യാഴാഴ്ച ഒരിക്കലെടുക്കുക, വിഷ്ണുവിന് നെയ്വിളക്ക് പുഷ്പാഞ്ജലി നടത്തുക. ഇതൊക്കെ ചെയ്താല് ദോഷമുള്ള കുംഭക്കൂറിന് ദോഷങ്ങളൊക്കെ മാറുന്നതിനും അതുപോലെ തന്നെ മീനക്കൂറിന് ഗുണം കൂടി വരുന്നതാണ്. ആ ഗുണങ്ങളെല്ലാം തന്നെ നമുക്ക് കൂടുതലായിട്ട് ലഭിക്കുന്നതിനും ഒക്കെ അങ്ങനെയുള്ള വഴിപാടുകളൊക്കെ തന്നെ ഈ പറഞ്ഞ വഴിപാടുകളൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. ഇനി നമുക്ക് ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള വിശദമായിട്ടുള്ള ഫലം നോക്കാം. ജനുവരി മാസത്തില് അവനവന്റെ വ്യക്തിത്വം വികസിക്കും. ഉന്നത വിദ്യാഭ്യാസത്തിൽ അല്പം താഴ്ച അനുഭവപ്പെടും. തിരഞ്ഞെടുപ്പുകളിലും മറ്റും വിജയമുണ്ടാകും. സർവീസ് കമ്മീഷൻ ടെസ്റ്റ് കഴിഞ്ഞവർക്ക് നിയമനം ലഭിക്കും. മേലധികാരികളുമായി അഭിപ്രായ വ്യത്യാസം കൂടാതെ കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ഫെബ്രുവരി മാസത്തെ ഫലം നോക്കാം. പലവിധ സുഖഭോഗങ്ങൾ അനുഭവിക്കും. മാനസികമായ പിരിമുറുക്കം ഉണ്ടാകാൻ ഇടയുണ്ട്. ബിസിനസ്സിൽ ചില്ലറ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. ജോലി സ്ഥലത്ത് ശത്രുക്കളുടെ ശല്യം വർദ്ധിക്കും. ലോട്ടറിയിൽ ഭാഗ്യം പരീക്ഷിക്കുന്നത് ഗുണം ചെയ്യും. പഴയ വാഹനം കൊടുത്ത് പുതിയ വാഹനം കൈവശത്താക്കും. അടുത്ത മാർച്ച് മാസത്തെ ഫലം നോക്കാം. പൂർത്തിയാകാതെ ഒഴിവാക്കിയ സംഗതികൾ മുഴുവിക്കാൻ സാധ്യതയുണ്ട്. വിലപ്പെട്ട സമ്മാനങ്ങൾ ലഭിക്കും. അനാവശ്യ ചിന്തകളെ കൊണ്ട് മനസ്സ് അസ്വസ്ഥരാകും. മതപരമായ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തും. രാഷ്ട്രീയ പ്രവർത്തകർ നേതൃസ്ഥാനത്തേക്ക് ഉയർത്തപ്പെടും. ശാരീരിക ആരോഗ്യം തൃപ്തികരമായിരിക്കും. ഇനി നമുക്ക് ഏപ്രിൽ മാസത്തെ ഫലം നോക്കാം. ഏപ്രിൽ മാസത്തില് ദൂരസ്ഥലങ്ങളിലേക്ക് വിനോദയാത്രയെ കുടുംബസമേതം നടത്തും. കുറച്ചുനാൾ വീട് വിട്ട് നിൽക്കേണ്ട അവസ്ഥയുണ്ടാകും. വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ നല്ലവണ്ണം ശ്രദ്ധിക്കേണ്ടതാണ്. ഗുരുജനങ്ങളുടെ വിയോഗം ഉണ്ടാകാൻ ഇടയുണ്ട്. കടബാധ്യതയിൽ കൂടിയും കുറഞ്ഞുമൊക്കെ ഉണ്ടായിരിക്കാനുള്ള സാധ്യതയുണ്ട്. വാഹനാപകടം ഉണ്ടാവാതെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി നമുക്ക് മെയ് മാസത്തെ ഫലം നോക്കാം. മെയ് മാസത്തില് മറ്റുള്ളവരുടെ ആദരവിന് പാത്രമാകും. പ്രേമബന്ധങ്ങൾ അനുകൂലമാകും. ഗവേഷണ വിദ്യാർത്ഥികൾക്ക് ജോലിയിൽ പ്രവേശിക്കാൻ അവസരമുണ്ടാകും. പുതിയ രീതിയിലുള്ള ബിസിനസ്സിലൊക്കെ നടപ്പാക്കുന്നതാണ്. ഉന്നത വിദ്യാഭ്യാസത്തിന് അനുകൂല സമയമാണ്. ഇനി നമുക്ക് ജൂൺ മാസത്തെ ഫലം നോക്കാം. ജൂൺ മാസത്തില് എല്ലാ പ്രശ്നങ്ങളെയും ശുഭാപ്തി വിശ്വാസത്തോടു കൂടി സമീപിക്കും. ഭൂമിയും വാഹനവും ഒക്കെ അധീനതയിൽ വരുവാൻ കുറച്ച് കാലതാമസം നേരിടും. ബിസിനസ്സുകളിലും മറ്റുമായി വിജയക്കൊടി പാറിക്കും. ആരോഗ്യനില മെച്ചപ്പെടും. ഭാര്യയുമായി പിണങ്ങിയിരിക്കേണ്ട അവസരം വരും. ഇനി നമുക്ക് ജൂലൈ മാസത്തെ ഫലം നോക്കാം. ജൂലൈ മാസത്തിൽ കൂട്ടുകച്ചവടത്തിലൂടെ തുടങ്ങിയ ബിസിനസ്സിൽ അഭിവൃദ്ധി ഉണ്ടാകും. നഷ്ടപ്പെട്ടു എന്ന് കരുതിയ പണമോ വസ്തുക്കളോ തിരിച്ചു കിട്ടും. അവനവൻ ചെയ്യാത്ത കാര്യങ്ങൾക്ക് പഴി കേൾക്കേണ്ടി വരും. അയൽക്കാരുമായി തർക്കം ഉണ്ടാകാനുണ്ട്. പിതാവിന് സ്വത്തിനെ ചൊല്ലി ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓഗസ്റ്റ് മാസത്തെ ഫലം നോക്കാം. ഓഗസ്റ്റ് മാസത്തില് ഉദ്യോഗത്തിലൊക്കെ പ്രമോഷനൊക്കെ ലഭിക്കും. ഓഹരികളിലൊക്കെ നിക്ഷേപിക്കുന്ന പണത്തിന് നഷ്ടസാധ്യത വരാനിടയുണ്ട്. മനസ്സിനെ വിഷമിക്കുന്ന തരത്തിലുള്ള വാർത്തകൾ കേൾക്കാനിട വരും. പുതിയ ഗ്രഹത്തിന് താമസമാക്കിയേക്കാം. അതുപോലെ തന്നെ ഭൂമി, വാടക എന്നിവയുള്ള വരുമാനം വർദ്ധിക്കും. ഇനി നമുക്ക് സെപ്റ്റംബർ മാസത്തെ ഫലം നോക്കാം. സെപ്റ്റംബർ മാസത്തിൽ ടെസ്റ്റുകളിലും ഇന്റർവ്യൂകളിലൊക്കെ ഉന്നത വിജയം കരസ്ഥമാക്കും. കുടുംബാംഗങ്ങളുടെ കൂടെ കഴിയാനുള്ള അവസരം ലഭിക്കും. കലാ, സാഹിത്യം തുടങ്ങിയവ ബന്ധമുള്ളവർക്ക് ഈ അവസരം സാമ്പത്തികമായി നല്ലതാണ്. മാതാവിന്റെ അസുഖത്തിന് വിദഗ്ധ ചികിത്സ തേടേണ്ടതായിട്ട് വരും. നമുക്ക് ഒക്ടോബർ മാസത്തെ ഫലം നോക്കാം. ഒക്ടോബർ മാസത്തിൽ വിദേശത്തുള്ള ബന്ധുമിത്രാദികളുടെ ബന്ധപ്പെടാൻ അവസരം ഉണ്ടാകും. അതുപോലെ പ്രായം ചെന്നവർക്ക് വിവാഹം നടക്കാൻ ഇടയുണ്ട്. മധ്യസ്ഥ്യം മുഖേന വ്യവഹാരം ഒഴിവാക്കാൻ സാധിക്കും. കഴിയുന്നത്ര വ്യവഹാരത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് നല്ലതാണ്. ജോലിക്കാര്യത്തിൽ ചില്ലറ തടസ്സങ്ങളൊക്കെ വരും. ഇനി നമുക്ക് നവംബർ മാസത്തെ ഫലം നോക്കാം. കലകളിലും പ്രേമബന്ധ കാര്യങ്ങളിലൊക്കെ താല്പര്യം കൂടും. മനസ്സിന് ഉന്മേഷം അനുഭവപ്പെടും. സന്താനങ്ങളും ആലോചിച്ച് പല കാര്യങ്ങളിലും അർത്ഥപൂർണമായ തീരുമാനങ്ങൾ എടുക്കും. പത്രപ്രവർത്തകരെ അവരെ സംബന്ധിച്ച് ഈ അവസരത്തിൽ പുരസ്കാരങ്ങളൊക്കെ ലഭിക്കാനിടയുണ്ട്. കുടുംബത്തിൽ സുഖവും സമാധാനവും ഒക്കെ നിലനിൽക്കും. ഇനി നമുക്ക് ഡിസംബർ മാസ ഫലം നോക്കാം. ബിസിനസ് അഭിവൃദ്ധിപ്പെടും. വിദ്യാഭ്യാസ കാര്യത്തിൽ പുരോഗതി ഉണ്ടാകും. ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ടവർക്ക് അനുകൂല സമയമാണ്. നേരിടാൻ പ്രയാസം ഉണ്ടാവുമെങ്കിലും ശത്രുക്കളുടെ ശല്യം ഉണ്ടാവാനിടയുണ്ട്. ഭാര്യയ്ക്ക് ചില്ലറ അസുഖങ്ങളൊക്കെ ബാധിച്ചേക്കാം. കരാർ മുഖേന പണം വന്നു ചേരും. അപ്പോൾ 2024 പുതുവർഷ ഫലം പൂരുട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള ഫലമാണ് ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ടത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അധ്യായം ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു.
ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പരമാവധി എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കണം. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞ് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.